ഗ്രൗണ്ടിൽ എന്താ പറയാ ഏറ്റവും എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുന്ന രീതിയിൽ ഗ്രൗണ്ടിന്റെ ഏറ്റവും ഓരത്ത് തന്നെ ഞാൻ പോയി നേരത്തെ ചെന്ന് സീറ്റൊക്കെ ഉറപ്പിച്ച്. പക്ഷെ ഇങ്ങനെ ഇരുന്ന് സ്പോർട്സ് തുടങ്ങി, ഓട്ടവും ചാട്ടവും ഒക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമാവാൻ തുടങ്ങി. അതിന്റെ തൊട്ട മുന്നേയുള്ള വർഷങ്ങളിൽ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓട്ടത്തിനും ചാട്ടത്തിനും ഹൈ ജമ്പിനും ഒക്കെ പങ്കെടുക്കുകയും മത്സരങ്ങളിൽ വിജയിക്കുകയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഗ്രൗണ്ടിന്റെ ഒരു മൂലക്കായി പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സങ്കടപ്പെടുത്തുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് അധികം നേരം അവിടെ നിൽക്കാൻ സാധിച്ചില്ല. ഞാൻ പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് വീട്ടിന്റെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിന്റെ മുറ്റത്ത് എൻ്റെ പഴയ സൈക്കിൾ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ആരും കാണാണ്ട് ആ സങ്കടത്തിന്റെ പുറത്ത് എനിക്ക് അന്നേരം തോന്നിയത് സൈക്കിൾ ഓടിക്കണം എന്നാണ്. ഞാൻ ആരും കാണാണ്ട് ആ സൈക്കിൾ ഓടിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അത് നല്ല വൃത്തിക്ക് പാടി. ഞാനും സൈക്കിളും ഒരു പാറക്കല്ലിൽ വീണ് എൻ്റെ മുട്ട് പാറക്കല്ലിൽ ഇടിച്ച് മുട്ടിന്റെ എല്ല് ഇങ്ങനെ ഇവിടുന്ന് മേലോട്ട് ചീന്തിപ്പോയി. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഹോസ്പിറ്റലിൽ ഒരുപാട് കാലം വീണ്ടും കിടന്ന് പ്ലാസ്റ്ററൊക്കെ ഇട്ട് പ്ലാസ്റ്ററൊക്കെ വെട്ടി വീണ്ടും ആ പഴയ പോലെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് തിരിച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ആദ്യം കയറിയത് സൈക്കിളിന്റെ മുകളാണ്. അങ്ങനെ അന്നെന്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്ലാസ്റ്റർ വെട്ടി ഫിസിയോതെറാപ്പി കഴിഞ്ഞാൽ ഞാൻ ആദ്യം കയറിയത് സൈക്കിളിന്റെ മുകളാണ്. അങ്ങനെ സൈക്കിൾ ഓടിക്കുന്നത്, കാർ ഓടിക്കുന്നത്, നീന്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ രണ്ടാമത് പഠിച്ചെടുത്തതാണ്. അതിനെന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നെ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ രക്ഷിതാക്കള്, എൻ്റെ അച്ഛനും അമ്മയൊന്നും എന്നോട് ഇതുവരെ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഞാനത് പറഞ്ഞാൽ കേൾക്കൂല എന്നുള്ളൊരു തിരിച്ചറിവ് എൻ്റെ രക്ഷിതാക്കൾക്ക് ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, നമ്മളെ രക്ഷിതാക്കളെ വില എന്താണെന്ന് ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് അപകടത്തിന് ശേഷമാണ്. അതുകൊണ്ടായിരിക്കും മറ്റേ കവികളൊക്കെ പറയില്ല, അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ എന്നൊക്കെ പറയുന്നത് അത്രയും വലിയൊരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ രക്ഷിതാക്കളെ വില എന്താണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരുപാട് കാലം ഇങ്ങനെ വെപ്പ് കാലൊക്കെ വെച്ചിട്ട് വെപ്പ് കാല് വെച്ച് ക്രിക്കറ്റും ഷട്ടിലൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോയിരിക്കുമ്പോൾ, കളി കാണാൻ വേണ്ടി പോയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അന്നൊക്കെ ഉണ്ടായിരുന്നത് എന്തെങ്കിലും ഒരിക്കല് ഒരു ബൂട്ടൊക്കെ കെട്ടിയിട്ട് ജേഴ്സി ഒക്കെ അണിഞ്ഞിട്ട് ഒരു ഫുട്ബോൾ ടൂർണമെന്റിൽ ഇങ്ങനെ ഒരു ടീമിന്റെ ഭാഗമായിട്ട് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കാനെങ്കിലും സാധിച്ചില്ലെങ്കിലും എന്നൊക്കെ ആഗ്രഹിച്ച നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാലം ഫുട്ബോൾ എങ്ങനെ കളിക്കാന്നൊക്കെ ചിന്തിച്ച് ഞാൻ നടന്നിട്ടുണ്ട്. അങ്ങനെ എന്റെ സ്റ്റിക്കിലുള്ള നടത്തത്തിന്റെ വേഗത കൂടിയപ്പോൾ ഞാൻ ആദ്യം ക്രച്ചസ് ആണ് ഉപയോഗിച്ചത്, ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത്. ആ ക്രച്ചസിലുള്ള നടത്തത്തിന്റെ വേഗത കൂടിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഓടാൻ ശ്രമിച്ചത്. അങ്ങനെ കുറെ കാലം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ നടത്തുന്നുള്ളത് ഓട്ടത്തിലേക്കൊക്കെ കൊണ്ടുവന്നത്. അതിനുശേഷം എൻ്റെ അനിയൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. അനിയൻ കളിക്കുന്ന ഫുട്ബോൾ എടുത്തിട്ട് ഷെയ്ഡിനും ബോളിനൊക്കെ പകരം കുപ്പിയും ചെരുപ്പൊക്കെ വെച്ചിട്ട് വീട്ടിന്റെ മുറ്റത്ത് നിന്ന് അതിന്റെ ഇടയ്ക്ക് കൂടി ഒരുപാട് തവണ പന്ത് തട്ടി പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അപകടത്തിന് ശേഷം രണ്ടാമത് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് വെച്ചാല് ഞാനിങ്ങനെ രണ്ടാമത് എൻ്റെ നാട്ടിലുള്ള ഞാൻ അതുവരെ കളിച്ച എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് ആ ഗ്രൗണ്ടിൽ പോയ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ നോർമലായിട്ടുള്ള ഒരാളെ പോലെ കണ്ടിട്ടാണ് എന്നെ കളിക്കാൻ കൂട്ടുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ വിജയം എന്താ വെച്ചാൽ എൻ്റെ സുഹൃത്തുക്കൾ എനിക്കൊരു പരിഗണനയും തരാത്തതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെനിക്ക് എന്തെങ്കിലും പരിഗണന തന്നിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ വീണ്ടും ആ ഗ്രൗണ്ടിൽ ഒരിക്കലും കളിക്കാൻ പോകില്ല. ഞാൻ